നമുക്കൊന്നൊരു പായസം ഉണ്ടാക്കിയാലോ? ഓണമൊക്കെ അടുത്തില്ലേ? അപ്പോൾ നമ്മുടെ അടപ്രഥമൻ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ മെയിനായിട്ട് ആവശ്യമുള്ളത് നമ്മുടെ അട. ഇത് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള അടയാട്ടാ. അതാണ് അതിൻ്റെ ഒരു ഷേപ്പ് വ്യത്യാസം. അപ്പോൾ ഒരു മീഡിയം സൈസ് നാളികേരം എടുത്തിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് 1-2 പ്രാവശ്യമായിട്ട് അരിച്ചെടുത്തതാട്ടാ. പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിട്ടുള്ളതാട്ടാ. പിന്നെ നമ്മുടെ 1-ാം പാല് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിനി ഗ്യാസ് കത്തിച്ച് ആ കലം 1-2-3 പ്രാവശ്യം അരിച്ചെടുത്ത് വെച്ചിട്ടുള്ള നാളികേര പാലിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കി വെച്ചിട്ടുള്ളത് നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് എന്നിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ തന്നെ തയ്യാറാക്കി ഉണ്ടാക്കി വെച്ചിട്ടുള്ള അട അത് നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നന്നായി അങ്ങോട്ട് കുറുകി വരണം, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നമുക്കത് കിട്ടില്ല. അപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ 1-ാം പാല് നമുക്കതിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് ഒഴിച്ചൊന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് അടുത്തത് നമ്മുടെ നുള്ള് ചുക്കുപൊടി, പിന്നെ ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 മിനിറ്റ് അതിൽ വെച്ച് കഴിഞ്ഞാൽ സംഭവം റെഡി ആയിട്ടുണ്ട്. പിന്നെ മെയിൻ പരിപാടി നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിൽ നമ്മുടെ ആദ്യം നെയ്യ് ഒഴിച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ കളറായതിന് ശേഷം നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മുന്തിരി നമ്മളത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ആ പായസം തയ്യാറായിട്ടുള്ളത് നമുക്ക് അതിൽ താളിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ.